ഇപ്പോൾ VHPയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി അനിൽ വിളയിൽ ചേരുകയാണ്. ശ്രീ അനിൽ വിളയിൽ, വളരെ ദൗർഭാഗ്യകരമായ കോടതി വിധി എന്നല്ലാതെ ഇതിനെ വിശേഷിപ്പിക്കാൻ സാധിക്കത്തില്ല. കാരണം ഒരു ഭീകര സംഘടന നമ്മുടെ ഒരു ക്യാമ്പസിൽ നടത്തിയ വലിയൊരു കൊലപാതകമാണ് വിശാലിനെതിരെ നടന്നത്. ഇപ്പോൾ ഈ 19 ക്യാമ്പസ് ഫ്രണ്ട് ഭീകരരെയും വെറുതെ വിട്ടുകൊണ്ടുള്ള മാവേലിക്കര സെഷൻസ് കോടതിയുടെ നടപടിയെ താങ്കൾ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? സങ്കടകരമായ ഒരു വിധിയാണിത്. കാരണം ഒരു ക്രിമിനൽ കേസിനെ ഭീകരന്മാരുടെ പണത്തിന്റെ മുമ്പിൽ എപ്രകാരം വളച്ചൊടിച്ചുകൊണ്ട് നശിപ്പിക്കാം എന്നുള്ളതിന്റെ പ്രകടമായ തെളിവായിരുന്നു വിശാൽ വധക്കേസിലെ ഇന്നത്തെ വിധി. നമ്മൾ മനസ്സിലാക്കേണ്ടത്, കേരളത്തിലെ ഇടതു മുന്നണിയുടെയും വലതു മുന്നണിയുടെയും വിദ്യാർത്ഥി സംഘടനകൾ പോപ്പുലർ ഫ്രണ്ടിന് ചെയ്തു കൊടുത്തൊരു സഹായത്തിന്റെ ഭാഗമായിട്ടാണ് ഇത്രയും പ്രതികളെ ഒന്നിച്ചു വെറുതെ വിട്ടത്. SFIയുടെ യൂണിറ്റ് സെക്രട്ടറി ആയിരുന്ന അഖിൽ ബാലനും KSUവിന്റെ ജില്ലാ കമ്മിറ്റി അംഗമായ ഇപ്പോൾ അഡ്വക്കേറ്റായ ഷിജു സാമുവലും കൃത്യമായ രീതിയിൽ കൂറുമാറി എന്നുള്ളത് വളരെ സങ്കടകരമായ ഒരു സാഹചര്യമാണ് ഈ കേസിൽ ഉണ്ടാക്കിയത്. കോടതികൾക്ക് അവരുടെ മുമ്പിൽ വരുന്ന തെളിവുകൾ പരിഗണിച്ച് മാത്രമാണ് ശിക്ഷിക്കാൻ സാധിക്കുന്നത്. ഇത്തരത്തിൽ കൂറുമാറിയ, കാലുമാറിയ, ഭീഷണിക്കും പണത്തിനും മുമ്പിൽ വഴങ്ങിയ ഇടതു മുന്നണിയുടെയും വലതു മുന്നണിയുടെയും വിദ്യാർത്ഥി സമൂഹത്തിനൊക്കെ എന്താണ് കേരള സമൂഹത്തിന് കൊടുക്കാൻ സാധിക്കുന്നത്? ഇവരൊക്കെ കാണിച്ചു കൂട്ടുന്ന തോന്നിവാസങ്ങൾ സമാന സാഹചര്യമാണ് ഇടതു മുന്നണിയുടെ SFIയുടെ നേതാവായിരുന്ന അഭിമന്യു വധക്കേസിലും സമാന സാഹചര്യം തന്നെ ഉണ്ടാകുമെന്നുള്ളത് കൃത്യമാണ്. കാരണം എല്ലാ കാര്യവും സംഘടിതമായി അട്ടിമറിക്കാൻ കഴിവും പ്രാപ്തിയുമുള്ള ഒരു വിഭാഗമാണ് പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ. ഒരു നിരോധനം ഉണ്ടായി എന്നുള്ള കാരണത്താലൊന്നും അവരുടെ പണക്കൊഴുപ്പോ സ്വാധീനമോ ഇല്ലാതായി മാറുന്നില്ല. അതാണല്ലോ നമ്മൾ ഇപ്പോൾ കണ്ട പഞ്ചായത്ത് തെരഞ്ഞെടുപ്പില് പോപ്പുലർ ഫ്രണ്ടിന്റെ രാഷ്ട്രീയ സംഘടനയായിട്ടുള്ള SDPIയെ കൂട്ടുപിടിക്കാൻ രണ്ട് മുന്നണികളും മത്സരിക്കുകയായിരുന്നു. ഇങ്ങനെ മത്സരിക്കുമ്പോൾ അതിന് മുമ്പോട്ട് വെക്കുന്ന ഉപാധികളാണ് അവർക്കെതിരെ എടുത്തിട്ടുള്ള കേസുകളിൽ ഇപ്രകാരമുള്ള അഡ്ജസ്റ്റ്മെന്റുകൾ വരുത്തി ഭീകരന്മാരെ വെറുതെ വിടാനുള്ള സാഹചര്യം സൃഷ്ടിക്കണമെന്ന് അവർ പറയും. അതിന് വഴങ്ങിക്കൊടുക്കുന്നു എന്നുള്ളതിന്റെ പ്രകടമായ തെളിവാണിത്. ഇത് തീർത്തും വിഷമകരമായ സാഹചര്യമാണ്. ഇത് അപലപനീയമാണ്. ഇതിന്റെ പിന്നില് ഇത് അപ്പീൽ കൊടുത്തുകൊണ്ട് ഇതിന് വീണ്ടും ശക്തമായ രീതിയിലുള്ള അന്വേഷണവും വീണ്ടും ഒരു പുനർവിചാരണയും ഉണ്ടാകുകയാണെങ്കിൽ ഈ പ്രതികളെ വീണ്ടും ശിക്ഷിക്കാനുള്ള സാധ്യതയുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതായത് ശ്രീ അനിൽ വിളയിൽ, ദേശീയ തലത്തിൽ ഒരു ശക്തമായ സർക്കാർ ഉണ്ടായതിനു ശേഷം, അതായത് നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ വന്നതിൻ്റെതായ ചില കാഴ്ചകൾ നമുക്ക് കാണാൻ കഴിയുന്നത് ഈ അടുത്ത കാലത്ത് പോപ്പുലർ ഫ്രണ്ട് കേരളത്തിൽ നടത്തിയിട്ടുള്ള മറ്റു കൊലപാതകങ്ങൾ, ഇപ്പോൾ രഞ്ജിത്ത് ശ്രീനിവാസൻ കേസിലൊക്കെ അതിശക്തമായ വിധി പ്രസ്താവം, വധശിക്ഷയാണ് പോപ്പുലർ ഫ്രണ്ട് ഭീകരർക്ക് നൽകിയിരിക്കുന്നത്. കാരണം വളരെ പെട്ടെന്ന് തന്നെ ആ കേസിൻ്റെ അന്വേഷണം കേന്ദ്ര ഏജൻസികളിലേക്ക് എത്തുന്നു. അതിനാൽ തന്നെ വധശിക്ഷയിലേക്ക് കാര്യങ്ങൾ പോകുന്നു. ഒരുപക്ഷെ 2012 എന്നൊക്കെ പറയുന്നത് ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ ഭരണം, അതിനുശേഷം പിണറായി സർക്കാരിൻ്റെ ഭരണം, ദേശീയ പ്രസ്ഥാനങ്ങൾ ഇന്ന് കാണുന്ന രീതിയിൽ കേരളത്തിൽ അത്രത്തോളം ശക്തമായിരുന്നൊരു കാലമല്ല. ഒരുപക്ഷെ അതുതന്നെയാണല്ലോ ഈ കേസിന്റെ വിധിയൊക്കെ ഇങ്ങനെ വരാനുള്ള കാരണം. ഈ കൂറുമാറി കാലുമാറി എന്ന് പറയുന്നതിനോടൊപ്പം തന്നെ ഇതിന്റെ അന്വേഷണ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്നുള്ള വീഴ്ചയും ഈ കേസുകളെ ഒരു പരിധി വരെ ബാധിച്ചിട്ടുണ്ട്. കാരണം അന്വേഷണ ഉദ്യോഗസ്ഥരെയും വിലക്കെടുക്കാൻ കഴിവും പ്രാപ്തിയും പണക്കൊഴുപ്പുമുള്ള ഒരു പ്രസ്ഥാനമായിരുന്നു പോപ്പുലർ ഫ്രണ്ട്. അതുപോലെ തന്നെ കോൺഗ്രസ് ആയിക്കൊള്ളട്ടെ, കമ്മ്യൂണിസ്റ്റ് ആയിക്കൊള്ളട്ടെ, ഈ ഭീകരന്മാരെ പേടിച്ചുകൊണ്ട്, അല്ലെങ്കിൽ പോലീസ് ഉദ്യോഗസ്ഥരും ഒരു പരിധി വരെ ഇത്തരത്തിലുള്ള ഭീകരന്മാരെ പേടിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ പ്രതികൾക്ക് ഭാവിയിൽ രക്ഷപ്പെടാൻ രീതിയിലുള്ള പ്രോസിക്യൂഷന്റെ കുറ്റപത്രം തയ്യാറാക്കൽ. മറ്റേ ആലപ്പുഴയിലെ രഞ്ജിത്ത് ശ്രീനിവാസൻ വധക്കേസിൽ ആർജവമുള്ള പോലീസ് ഉദ്യോഗസ്ഥനുണ്ടായിരുന്നു, ജയരാജൻ എന്ന് പറഞ്ഞ DYSP ഉണ്ടായിരുന്നു. അയാൾ കൃത്യമായിട്ടും ഭംഗിയായിട്ടും നട്ടലോടുകൂടി ആ കേസിന്റെ അന്വേഷണവും ചാർജും കൊടുത്തത് കൊണ്ടാണ് അത് ശിക്ഷിച്ചത്. പക്ഷെ ഈ കേസിലുള്ള അന്വേഷണ ഉദ്യോഗസ്ഥര് ഇതിന്റെ FIR രജിസ്റ്റർ ചെയ്യുന്നതിനുള്ള കാലതാമസത്തിൽ തുടങ്ങി ഏറ്റവും അവസാനത്തെ സാക്ഷികളുടെ മൊഴി എടുക്കുന്നത് വരെയുള്ളതിൽ ഗുരുതരമായ വീഴ്ചയും മനോഭാവവും വരുത്തി കാണും. തീർച്ചയായിട്ടും ഇതിന്റെ ഈ വിധിപ്പകർപ്പ് കിട്ടിക്കഴിയുമ്പോൾ നമുക്കൊരു പൂർണ്ണ രൂപം ലഭ്യമാകും. ശ്രീ അനിൽ വിളയിൽ, ആ ഘട്ടത്തിൽ അങ്ങയിലേക്ക് എത്താം. വളരെ നന്ദി ഈ ഘട്ടത്തിൽ പ്രതികരിച്ചതിന്.